ഖദീജ ബീവിയുമായുള്ള വിവാഹ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്ക എന്ന തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയാണ്. ഇതറിഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹു മുത്തനബിക്ക് സമ്മാനിച്ചതാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ. അന്ന് തൊട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുത്തനബിയോട് കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ കൂടിയ ജീവിതം വളരെ സുന്ദരമായിരുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു വലിയ സമ്പന്ന കുടുംബത്തിലാണ് ജനിക്കുന്നത്. അങ്ങനെ ഒരു കൊള്ളസംഘം അവിടുത്തെ ഗ്രാമത്തെ ആക്രമിക്കുകയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ അടിമക്കമ്പോളത്തിൽ വിൽക്കുകയും മറ്റു കൈകളിലൂടെ ഒക്കെയാണ് ഖദീജ ബീവിയിലേക്ക് സെയ്ദ് റളിയല്ലാഹു അൻഹു എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ജീവിതം വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. ഒരിക്കല് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു കഅബയുടെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ ഒരു കൂട്ടം കച്ചവട സംഘം അവിടെ വരുന്നു. അത് തന്റെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെയാണെന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു തിരിച്ചറിയുകയാണ്. ഈ സമയത്താണ് സെയ്ദ് റളിയല്ലാഹു അൻഹു അവർ കാണുകയും വളരെ സന്തോഷം പങ്കിടുകയും അവരോട് നാടിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും ഒക്കെയുള്ള ഒരു ചിന്ത തന്റെ മനസ്സിൽ വരുന്നു. എന്നിരുന്നാലും അവിടുന്ന് മക്ക വിട്ടുപോവാൻ ഒരിക്കലും മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ അവർക്ക് ഒരു കത്ത് എഴുതി കൊടുക്കുകയാണ്. ആ കത്തില് തന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കത്ത് അവരെ ഏൽപ്പിക്കുകയാണ്. ആ കത്തിലുള്ളത് ഇങ്ങനെയാണ്: ഞാന് ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരു കുടുംബത്തോടൊപ്പം സന്തോഷകരമായാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെ കത്ത് അവരെ ഏൽപ്പിക്കുകയാണ്. ഈ യാത്രാ സംഘം നാട്ടിലെത്തിയിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾക്ക് ഇത് കൈമാറുമ്പോൾ വളരെ കാലം തന്റെ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ വളരെ സന്തോഷിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പിതാവും അമ്മാവനും കൂടി സെയ്ദിനെ അന്വേഷിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു. എന്ത് വില കൊടുത്തും തന്റെ മകനെ സ്വതന്ത്രയാക്കണം, അവനൊരു അടിമയാണ് കഴിയുന്നത് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ അവർ മക്കയിൽ വന്നു, അന്വേഷിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു കഴിയുന്നത്. പ്രവാചകനോട് ചോദിച്ചു, സെയ്ദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, എന്ത് വിലയും നിങ്ങൾക്ക് തരണം. അവിടുന്ന് മുത്തനബി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾക്ക് സെയ്ദിനെ ഞാൻ വിട്ടുതരാം, പക്ഷെ എനിക്ക് ഒന്നും നിങ്ങൾ നൽകേണ്ടതില്ല. മറിച്ച് സെയ്ദിന് എന്റെ കൂടെയാണ്, ഇവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അത് സെയ്ദിന്റെ തീരുമാനത്തിന് ഞാൻ വിടുകയാണ്. അതുകൊണ്ട് എനിക്കതിനൊന്നും പറയാനുണ്ടാവില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ കണ്ടു. അങ്ങനെ ആ മുഹൂർത്തം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്: സെയ്ദ്, ഇവര് നിങ്ങളെ കൊണ്ടുപോകാനാണ് വന്നിട്ടുള്ളത്. സെയ്ദ് റളിയല്ലാഹു അൻഹു എടുത്തപാട് പറഞ്ഞു: നബിയെ, എനിക്ക് അങ്ങയോട് കൂടെ ജീവിച്ചാൽ മതി. മറ്റെല്ലാവരെക്കാളും എനിക്ക് തങ്ങളിൽ നിന്നാണ് സ്നേഹം നൽകിയിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അവിടുത്തെ പിതാവും അമ്മാവനൊക്കെ അത്ഭുതപ്പെട്ടു. ഒരു അടിമ ജീവിതമാണോ ഇവരിങ്ങനെ ആഗ്രഹിക്കുന്നത്? അവരോട് സെയ്ദ് റളിയല്ലാഹു അൻഹു പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു ഇവിടെ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് കഅബാലയത്തിലേക്ക് നടന്നു. കഅബാലയത്തിന്റെ ഭാഗത്ത് എത്തിയിട്ട് ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്: ഓ ജനങ്ങളെ, ഇത് സെയ്ദ്, ഈ സെയ്ദ് ഇന്ന് എന്റെ മകനാണ്. എനിക്കുള്ള എല്ലാതും അവൻക്കും, അവൻക്കുള്ള എല്ലാ കാര്യങ്ങളും എന്റേതും കൂടിയാണ്. ഇങ്ങനെ ഒരു ദത്തെടുക്കൽ പ്രഖ്യാപനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയാണ്. ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പിതാവും അമ്മാവനും വളരെ സന്തോഷമായി. സെയ്ദ് വെറും ഒരു കുടുംബത്തിലല്ല ജീവിക്കുന്നത്, ഈ ലോകത്തെ ഏറ്റവും കരുണയുള്ള, ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതമാണ് സെയ്ദ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. മറ്റൊരാൾക്ക് കൊടുക്കാനാവുന്ന, വിലമതിക്കാനാവാത്ത സമ്മാനമാണ് സ്നേഹം. അത് കൊടുക്കുമ്പോൾ ഇരട്ടിയായി നമുക്ക് തിരികെ ലഭിക്കുന്ന ഒന്നാണ്.